നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇതൊരു കിടിലൻ അൽഫാമിൻ്റെ റെസിപ്പിയാണ്. ഇതിനു മുൻപ് ഞാൻ അൽഫാമിൻ്റെ റെസിപ്പി ചെയ്തതാണ്. ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അൽഫാം സ്പെഷ്യലിസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പ്രൊമോ കിച്ചണിലേക്ക് ഹൃദ്യമായ ഹാർദ്രമായ സ്വാഗതം. ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. പ്രൊഫഷണലായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് മസാല പിടിക്കാനായിട്ട് അങ്ങനെ കറക്റ്റ് രീതിയിൽ പോകണമെന്നൊന്നുമില്ല. ഒന്ന് വരഞ്ഞിട്ടാലും മതി. പക്ഷേ അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങളൊന്നും വേറിട്ട് പോവാതെ കിട്ടാനുള്ളൊരു രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അത് നല്ലൊരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ വരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് മസാല ഇടണം. ഇനി നമുക്ക് മസാലയ്ക്കായി എന്തെല്ലാം മസാലപ്പൊടികൾ വേണമെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ലാഡിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നമ്മളിവിടെ 6 ടേബിൾ സ്പൂൺ സാൾട്ട്, 2 ടേബിൾ സ്പൂൺ ലെമൺ സാൾട്ട്. അപ്പോൾ ലെമൺ സാൾട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ പുളിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്, ലെമൺ സാൾട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ് 4 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. മല്ലിപ്പൊടി നമുക്ക് 4 ടേബിൾ സ്പൂണാണ് ആവശ്യം. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്ക് 8 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. ഇനി സ്വല്പം വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പത്ത് നാടൻ തക്കാളി, 4 ഫുള്ള് വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുൻപേ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ പിന്നെ അരച്ചെടുക്കാനായിട്ട് എടുത്ത മസാലകളെല്ലാം നമ്മളൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. ISI മുദ്രയോട് കൂടിയിട്ടാണ് ബുഷിൻ്റെയൊക്കെ കളർ നമുക്ക് വരുന്നത്. ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കളറുകളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കളറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഫുഡ് കളർ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ISI മുദ്രയോട് കൂടിയിട്ട് തന്നെയാണ് കളർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിലാണ് നമുക്കിതിലേക്ക് നന്നായിട്ട് ഈ മസാല, എരിവും പുളിയെല്ലാം ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഈ മസാല എല്ലാം തേച്ചതിന് ശേഷം വെക്കണം. അപ്പോൾ അൽഫാം ചുടാനായിട്ട് നമുക്ക് കണൽ ആവശ്യമാണ്. ഞാനിവിടെ ആദ്യം തന്നെ കണൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കരിയിൽ കുറച്ച് തീക്കണലിട്ടാൽ നമുക്ക് ഫുള്ള് കണലായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ വീഡിയോ ലെങ്ത്തിനനുസരിച്ച് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മസാല ഇട്ടത് ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നെറ്റിലേക്ക് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് നമ്മൾ ഒരു 1 സൈഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പിന്നെ നമുക്ക് തിരിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ 2 സൈഡും ഒന്ന്
ഏകദേശം ഹാഫ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് നമുക്ക് വെന്തോ നോക്കി നമുക്ക് അൽഫാം എടുക്കാവുന്നതാണ്. അപ്പോൾ കണൽ ചൂടും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് ഹൈറ്റിനനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ അൽഫാം ചൂടുമ്പോൾ ഏറ്റവും കണലിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാതിരിക്കുക, കുറച്ച് ഹൈറ്റായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കരിയാതെ കറക്റ്റ് വേവിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല ഒരു ഏകദേശം 8-9 കോഴി ഏകദേശം ഫുള്ളായിട്ട് ചൂടാനുള്ള മസാലയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു കോഴിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റേതായ ഒരു ഏകദേശം കുറച്ച് മസാല മാത്രം കലക്കി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുക. അപ്പോൾ ഒരു നല്ല മസാല തന്നെയാണ്, മാക്സിമം യൂസ് ചെയ്യുക. നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി എത്തിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.